ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ സാമുവൽ ജോൺസ് വീഡിയോ. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് എൻ്റെ കളക്ഷൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. വേറെ കൺട്രിയിലെ റെയറും പണ്ടത്തെയും കോയിൻ്റെയും നോട്ടിൻ്റെയും കളക്ഷൻ ഇട്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 പോയി കണ്ടു. ഇന്നപ്പം നമ്മുടെ കളക്ഷൻസ് എല്ലാം ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റാമ്പുണ്ട്, കോയിനുണ്ട്, നോട്ടുണ്ട്. ഇത്രയും നോട്ടുകളായി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരു അറ്റാച്ച്ഡ് ആയ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ എല്ലാം കാണിക്കാൻ പോകും. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊയിൻ്റെ ഒക്കെ ഇച്ചിരി ഓടിക്കാം, കാരണം അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. എന്തൊക്കെയായാലും പറ്റുന്നവരിരുന്ന് കാണുക. ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും തുടങ്ങാം. ഇതിനി എവിടെ വെക്കുമെന്ന് അറിയാത്ത ഫോൺ കൈ പിടിച്ചാൽ പിന്നെ കൈവേദന എടുക്കും. ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, ആദ്യമേ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓക്കെ, നമ്മൾ ഈ ബാഗിലല്ല വെക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മഡഗാസ്കറിലെ 5 മഡഗാസ്കറിലെ ഇതാണ്. പിന്നെ പാർലമെൻറ്റിൻ്റെ ഒരിത്, €20 പിന്നെ ഞാൻ കാണിക്കുന്നതെല്ലാം ഞാൻ പിന്നെ അങ്ങ് കളയുക കേട്ടോ, കണ്ടാലും. വേറെ റിസർവ് ബാങ്കിൻ്റെ €5, €10, രാജീവ് ഗാന്ധി ₹1, $5. ഇത്രയും കോയിനും നോട്ടും കളക്ഷൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യും, നമ്മളിപ്പോൾ ചുമ്മാ ഇട്ടിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ആരൊക്കെ കാണുമെന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം ഇതിൻ്റെ മുമ്പത്തെ ആണെങ്കിലും 6 മണിക്കൂർ ഞാൻ മൊത്തം ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഒരു ഗുണവും ഇല്ലായിരുന്നു, ആകെ 50-30 വ്യൂസേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ല എന്തോരം ഉണ്ടെന്ന് എൻ്റെ കയ്യിൽ. 6 വർഷത്തെ കളക്ഷനാണ്. ഇതൊക്കെ ഉണ്ട്. $20-10 ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിതൊരു ഷോർട്ടായിട്ടല്ല ഒരു വീഡിയോ ആയിട്ടാണ് ഇടാം. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം കണ്ട് ഷെയർ ചെയ്തെല്ലാം ചെയ്താൽ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. സരസ്വതിയുടെ ₹5, നമ്മുടെ ₹2 അഗ്രികൾച്ചറിൻ്റെ നമ്മുടെ 50 pence എലിസബത്താണ് ഇവിടെ വയ്ക്കുന്നത്, ക്വീൻ എലിസബത്ത്. ഇത്രയും ഇതൊക്കെയുണ്ട്. ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു പോകാം, അതായിരിക്കും നല്ലത്. 200ഓളം കൺട്രിയുടെ ഇതുണ്ട്. ഇതാ ₹1, റെയിൻഡ് എവരിഡേ. അതിൻ്റെ $10, ₹10 ഒക്കെ ചിഹ്നങ്ങളുള്ള ഇതുണ്ട്. മറ്റേ കുവൈറ്റിലൊക്കെ കുറേ ഉണ്ട്, കാരണം ഇവിടെ കൂടുതൽ കുവൈറ്റിലെ, ഒമാനിലെ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ തരും.
വൺ അന്നയിൻ്റെ കുറച്ചുണ്ടെങ്കിൽ 5 രൂപയുടെ രാജീവ് ഗാന്ധി. ഇതിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉണ്ട് 5 രൂപയുടെ, പക്ഷെ അതെൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇത്രയും വലിയ 5 രൂപ. നമ്മൾ മാക്സിമം ആൾക്കാർ കമൻറ്റ് ഇടുക, ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന്. അങ്ങനെ കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ അടുക്കി നല്ല രീതിയിൽ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് ഇട്ട് കാണിച്ചു തരാം നിങ്ങളെ. അതല്ലേ നല്ലത്. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു പ്ലാനും ഇല്ലാതെ നിങ്ങളോടൊന്ന് പറയാൻ വന്നതാണ്. ഇപ്പോൾ തന്നെ ഈ 6 മിനിറ്റ് നിങ്ങൾ കാണുമെന്ന് നോക്ക്. നിങ്ങളൊരു കളക്ടറോ ഇതേപോലെ ആണെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ എങ്ങനെ കളക്ട് ചെയ്യണമെന്നുള്ള ടിപ്സ് വല്ലതും വേണമെങ്കിലോ, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യത്തെയാണെന്ന് മനസ്സിലാക്കണമെങ്കിലോ, നിങ്ങളുടെ വീട്ടിൽ വല്ല ഇരിപ്പുണ്ട് ഏത് രാജ്യത്തെയാണെന്ന് മനസ്സിലാക്കണമെങ്കിലോ നിങ്ങൾ എന്നോട് കമൻറ്റ് ചെയ്താൽ മതി ഫുൾ വീഡിയോ വേണം. അപ്പോൾ ഈ കോയിനൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ രാജ്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും കോയിനുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാമ്പ്, ഇതെൻ്റെ അപ്പൻ്റെ സ്റ്റാമ്പ് കളക്ഷനാണ്. ഇത് പണ്ടത്തെ ആൽബമാണ്. ഇതെൻ്റെ അപ്പൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ ആയിരുന്നു. ഇതപ്പോൾ ഫോറിൻ കൺട്രീസിലെ മാത്രമാണ്. ഏതാണ്ടാ മലേഷ്യയുടെ, മഡ്ഗസ്കറിലെ, മറീഷ്യസിലെ ഇവിടുത്തെയൊക്കെയാണ്. ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇന്ത്യൻ്റെ നോക്കാം. ഇന്ത്യയുടെ കുറേ ഉണ്ട് കേട്ടോ. ഉള്ളൂ. ഓക്കെ, അപ്പം ഇതും കൂടെ ഒന്ന് തിരിച്ച് കയറ്റി വെക്കട്ടെ. പിന്നെ നോട്ട്സിൻ്റെ ഞാൻ കാണിച്ചു തരാം. നോട്ട്സ് ഇതാ ഇത്ര ഉണ്ട്. സ്റ്റാർ നോട്ട്സ് ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. സ്റ്റാർ നോട്ട് +666 ഉണ്ട്. പിന്നെ ഒരു നോർമൽ പണ്ടത്തെ 10 രൂപ ഉണ്ട്. പിന്നെ ചൈനയിലെ ഡോങ് ഉണ്ട്. ചൈനയിലെ ആണോന്ന് അറിയാമല്ലോ. ചൈനയിലെ ആയിരിക്കും, അല്ലെങ്കിൽ ജപ്പാനിലെ ആയിരിക്കും. നമ്മുടെ സിറിയയുടെ 50 സിറിയൻ പൗണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ജോർഡാനിലെ ഇത് എത്രയാ, 1 ദിനാറുണ്ട് ജോർഡാനിൽ. പിന്നെ നമ്മുടെ വെൻസൂലയുടെ 20,000 ഇതുണ്ട്. പിന്നെ നമ്മുടെ 5 രൂപ ഉണ്ട്. 200 സിറിയൻ പൗണ്ട്. നമ്മുടെ പണ്ടത്തെ 50 രൂപ. നമ്മുടെ ടറൈൻ്റെ ടൊബാഗോയുടെ 1. ഞാൻ കാണിച്ചു
കാണിച്ചു തരാം. ഇത് നമ്മുടെ പണ്ടത്തെ ₹1 അല്ല, ഇത് നമ്മുടെ ഇപ്പോഴും യൂസ് ചെയ്യുന്നതൊക്കെ കോമൺ ആയിട്ടുള്ള ₹1. ഇത് നമ്മുടെ പണ്ടത്തെ ₹1. പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. കാരണം ആൾക്കാരോട് ഞാനിത് ചോദിച്ച് എനിക്ക് അവർ ₹1 തരാൻ ഇച്ചിരി പാടാണ്. എന്നാലും ചോദിച്ച് നല്ല ഇച്ചിരി പേരൊക്കെ എനിക്ക് തരും. അപ്പം ഇതിൻ്റെ ഇത് ₹1, ഇത് ½ ഇത് 100 പൈസ. ഇതിൻ്റെ ബാക്ക് ഇതായത്, ഇതിൻ്റെ ബാക്ക് ഇത്, ഇതിൻ്റെ ബാക്ക് മറ്റേ പുലിയുടെ ഒക്കെ. ₹5. ഇത് റയറാണ് കേട്ടോ. പാകിസ്ഥാനിലെ ₹20. ഭയങ്കര പാടായിരുന്നു കണ്ടുപിടിക്കാൻ. അത് വേറെ ഒരു കൺട്രിയിൽ പോയി, വേറെ ഒരു ട്രാവലറിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പാകിസ്ഥാനിൽ പോയി നോട്ട് കൊണ്ടുപോകാനായിരുന്നു. അവരോട് ചോദിച്ചു തന്ന. പിന്നെ നമ്മുടെ ₹1 ₹5 തന്നെ. പിന്നെ നമ്മുടെ ₹5 നേപ്പാളിലെ. പിന്നെ 100 പൈസ, 50 സിറിയൻ പൗണ്ട്. നമ്മുടെ പണ്ടത്തെ ₹10, പണ്ടത്തെ ബ്ലാക്ക് പോട്ട്. €50. പിന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നേരെ എൻ്റെ മോസ്റ്റ് വാല്യൂഡും എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള നോട്ടും കാണിച്ചിട്ട് നമുക്ക് നിർത്താം. ഇതൊക്കെയാണ് ആദ്യമേ നമുക്ക് കാണിക്കുന്ന $1. 1, 2, പിന്നെ 2ൻ്റെ 1 ഉള്ളൂ, കാരണം അത് ഇച്ചിരി റയറാണ്. പിന്നെ 5, പിന്നെ 10 ഉണ്ട് 10. പിന്നെ എൻ്റെ മോസ്റ്റ് വാല്യൂഡ് 20. ഇതൊരു സായിപ്പാൻ എനിക്ക് തന്നതാണ്. പിന്നെ ഇതാ ഒരു സ്റ്റാർ നോട്ടാണ്, റയറാണ് ഭയങ്കര. ഓക്കെ ഇപ്പോൾ നമ്മൾ അത്രയും ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് വ്യൂസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണ്, ചുമ്മാ ഇതൊക്കെ ഇട്ട് നമ്മൾ പാടുപെടുമല്ലേ. അപ്പം ഇത്രയും നോട്ടുണ്ട്. ഇത് മറ്റേ ₹100 പണ്ടത്തെ 1918 എങ്ങാണ്ടാണ്. 100 മാർക്ക് എന്നാണ്. ഇപ്പോൾ റഷ്യയിലാണ് വലിയ നോട്ട്. പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് തന്നതാണ്. 50 ന്യൂസിലൻഡിലെ ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ന്യൂസിലൻഡിൽ പോയപ്പോൾ തന്നതാണ്. ഇത് നമ്മുടെ ഇവിടെ ഒരു ₹2000 എങ്ങാണ്ട്. ഓക്കെ, പിന്നുള്ള നമ്മുടെ ₹500 പണ്ടത്തെ ഇതും, പിന്നെ ₹2 ഉണ്ട്. ഹോണ്ടാസ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ ഒരു കൺട്രിയാണ്. പിന്നെതാ അറബിയിലെ രാജ്യമാണ്. ഇനിയും ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേണമെന്ന്. അപ്പോൾ അത് ഞാൻ എടുത്തിടും, മൊത്തം ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ എടുത്തിടും. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം.
ഒരു 20 കമൻറ്റ് കിട്ടുവാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നൊരു 20 കമൻറ്റ് കിട്ടിയാൽ ഞാൻ എൻ്റെ മൊത്തം ഇടും ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട്. ഓക്കെ, എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മാക്സിമം ഇടാൻ നോക്കുക. അപ്പം സാമുവൽ ജോൺ സൈനിങ് ഔട്ട്. ബൈ.